ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. കമ്പനി ബോർഡ് LGSന്റെ 7ാമത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഐക്യ കേരള പ്രസ്ഥാനത്തെക്കുറിച്ചാണ്. ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് 10th ലെവൽ എക്സാംസ് മുതൽ ഡിഗ്രി ലെവൽ എക്സാംസിന് വരെ ഉറപ്പായും ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ക്ലാസ് മൊത്തമായി കാണുക. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ തരുന്ന ലൈക്കും കമൻസും ഒക്കെയാണ് നമുക്ക് മുന്നോട്ടേക്ക് ക്ലാസ് ചെയ്യുന്നതിനുള്ള ഏറ്റവും വലിയ പ്രചോദനം. അതുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. സമയം കളയുന്നില്ല, നമുക്ക് നേരെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഐക്യ കേരള പ്രസ്ഥാനം. നമുക്ക് കേരളത്തിൻ്റെ പുരാതനമായ ചരിത്രത്തിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. നേരെ 20ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലേക്ക് കിടക്കാം. കഥ തുടങ്ങുന്നത് 20ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ്. ഈ ഒരു സമയം കേരളത്തെ ഭരണപരമായി 3 പ്രദേശങ്ങളായിട്ടാണ് തിരിച്ചിരുന്നത്. വടക്ക് നോക്കുകയാണെങ്കിൽ അത് മലബാറാണ്. അതായത് മദ്രാസ് പ്രൊവിൻസസിന്റെ കീഴിലായിരുന്ന പ്രദേശമാണ് മലബാർ എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്ന പ്രദേശം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം മലബാറാണ്. കഴിഞ്ഞ എക്സാമിന് PSC ചോദിച്ച ചോദ്യമാണ് ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്ന പ്രദേശം താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മലബാറാണ്. സ്വതന്ത്ര നാട്ടുരാജ്യങ്ങളായിട്ട് നിന്നിരുന്ന 2 നാട്ടുരാജ്യങ്ങളായിരുന്നു, ഒന്ന് കൊച്ചിയും തെക്കു ഭാഗത്ത് കിടക്കുന്ന തിരുവിതാംകൂർ എന്ന് പറയുന്ന പ്രദേശം. അപ്പോൾ സ്വതന്ത്ര നാട്ടുരാജ്യമായിരുന്നു തിരുവിതാംകൂറും അതേപോലെ തന്നെ കൊച്ചിയും. അതേപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്ന പ്രദേശം ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മദ്രാസ് പ്രൊവിൻസസിന്റെ ഭാഗമായിരുന്ന മലബാർ ആയിരുന്നു എന്നുള്ളത് കൂടി മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും ഐക്യ കേരള രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഈ 2 നാട്ടുരാജ്യങ്ങളിൽ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് കൊച്ചി നാട്ടുരാജ്യമാണ്. അതേപോലെ തന്നെ പരിഷത്ത് തമ്പുരാനുമായിരുന്നു ഏറ്റവും കൂടുതൽ ഐക്യ കേരള രൂപീകരണവുമായി ബന്ധപ്പെട്ട് സപ്പോർട്ട് ചെയ്ത നാട്ടുരാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് കൊച്ചി നാട്ടുരാജ്യമാണെന്നുള്ളത് ഓർക്കുക. തിരുവിതാംകൂർ അത്ര നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ദിവാൻ തന്നെയായിരുന്നു. അന്ന് തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന വ്യക്തി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവിതാംകൂറിലെ ദിവാനായിരുന്നു സർ CP രാമസ്വാമി അയ്യർ. എല്ലാവരും ഈ പേര് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ സർ CP രാമസ്വാമി അയ്യരായിരുന്നു തിരുവിതാംകൂറിലെ ദിവാൻ. അതായത് ദിവാൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു രാജാവിൻ്റെ ഭരണപരമായ എല്ലാ കാര്യങ്ങളിലും കൈകടത്താൻ അവകാശമുള്ള ഒരു വ്യക്തിയായിരുന്നു ആരെന്ന് പറയുന്നത് ദിവാൻ. അപ്പോൾ അത്രത്തോളം ഒരു സുപ്രീം പവർ ആയിട്ടുള്ള ഒരു ദിവാനായി മാറുകയാണ് സർ CP രാമസ്വാമി അയ്യർ. അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ വിട്ടുകൊടുക്കാനൊന്നും സർ CP എന്ത് ചെയ്യുന്നില്ല, തയ്യാറാവുന്നില്ല. അതുകൊണ്ട് തന്നെ കൊച്ചിയേക്കാൾ കൂടുതൽ നാട്ടുരാജ്യം ഈ പറയുന്ന രൂപീകരണം ഐക്യ കേരള രൂപീകരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശ്രമിക്കേണ്ടി വന്ന നാട്ടുരാജ്യം എന്ന് പറയുന്നത് അത് തിരുവിതാംകൂർ ആണെന്നുള്ളതും മനസ്സിലാക്കി വയ്ക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരീക്ഷത്ത് തമ്പുരാൻ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു ഐക്യ കേരള രൂപീകരണവുമായി ബന്ധപ്പെട്ട്. അദ്ദേഹം തന്നെയാണ് ഐക്യ കേരള രൂപീകരണവുമായി ബന്ധപ്പെട്ട് ലഘുലേഖ എഴുതി തയ്യാറാക്കിയതൊക്കെ. ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ പരീക്ഷത്ത് തമ്പുരാനാണ്. അതേപോലെ തന്നെ തിരുവിതാംകൂറിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അന്ന് തിരുവിതാംകൂറിന്റെ ഭരണാധികാരി ആയിരുന്നത് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു. അദ്ദേഹത്തെ ഐക്യ കേരള തമ്പുരാൻ എന്ന പേരിലും അറിയപ്പെടുന്നു. ഒന്ന് ഓർത്തു വെച്ചേക്കുക, ഐക്യ കേരള തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു എന്നുള്ളത് കൂടി മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. അതായത് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും കേരളത്തിൻ്റെ വടക്ക് ഭാഗം എന്ന് പറയുന്നത് മലബാറാണ്, അതിന് തൊട്ട് താഴെ കൊച്ചിയാണ്, അതിന് തൊട്ട് താഴെ തിരുവിതാംകൂറാണ്. ഇങ്ങനെ വിഘടിച്ച് കിടന്നിരുന്ന പല പ്രദേശങ്ങളെ ഒന്നാക്കുക എന്നുള്ളതായിരുന്നു ഐക്യ കേരള രൂപീകരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ ഒരേ ഭാഷ സംസാരിച്ചിരുന്നുവെങ്കിലും മലയാളികൾ ഭരണമേഖലകളിലായി ഭിന്നിച്ചു കിടക്കുകയായിരുന്നു. അപ്പോൾ അവരെ എല്ലാം കൂടി ഒന്നിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന പ്രമേയം ആദ്യമായി അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ 1917 കൽക്കട്ട സമ്മേളനമാണ്. അപ്പോൾ ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന പ്രമേയം ആദ്യമായി അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൽക്കട്ട സമ്മേളനമാണ്. കൽക്കട്ട സമ്മേളനത്തിന്റെ അധ്യക്ഷ ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് ആനി ബസന്റ് ആണ്. INC പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിദേശിയായിട്ടുള്ള ആദ്യ വനിതാ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ആനി ബസന്റ് ആണ്. അപ്പോൾ 1917 കൽക്കട്ട സമ്മേളനത്തിലാണ് ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന പ്രമേയം ആദ്യമായി അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
പ്രമേയം അവതരിപ്പിച്ചതാണ്. അത് 1917 കൽക്കട്ട സമ്മേളനം. അധ്യക്ഷ ആനി ബസന്റ്. ഇനി ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കണമെന്ന് തീരുമാനിച്ച സമ്മേളനം ചോദിച്ചു കഴിഞ്ഞാൽ അത് 1920 നാഗ്പൂർ സമ്മേളനമാണ്. നാഗ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി വിജയരാഘവ ആചാര്യാണ് നാഗ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സി വിജയരാഘവ ആചാര്യ. ഇതേ തുടർന്നാണ് കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നത്. KPCCയുടെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കെ മാധവൻ നായരാണ്. KPCCയുടെ ആദ്യത്തെ സെക്രട്ടറി എന്ന് പറയുന്നത് കെ മാധവൻ നായർ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് ഐക്യ കേരള രൂപീകരണവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ മക്കളെ ഞാൻ ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ച് കേട്ടിരുന്ന മാത്രം മതി. അതായത് 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കേരളം എന്ന് പറയുന്നത് ഭരണപരമായി 3 പ്രദേശങ്ങളായിട്ടാണ് തിരിഞ്ഞിരുന്നത്. വടക്കുഭാഗത്ത് മലബാർ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്ന പ്രദേശം. അതായത് മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിരുന്ന മലബാർ നമുക്ക് കാണാനായിട്ട് പറ്റും. ഏറ്റവും മുകളിൽ തൊട്ടു താഴെ നമുക്ക് കൊച്ചി കാണാനായിട്ട് പറ്റും. അതിന് തൊട്ടു താഴെയാണ് തിരുവിതാംകൂർ. ഇതിൻ്റെ അകത്ത് സ്വതന്ത്ര നാട്ടുരാജ്യമായിരുന്ന 2 നാട്ടുരാജ്യങ്ങളാണ് കൊച്ചിയും അതേപോലെ തന്നെ തിരുവിതാംകൂർ. ഐക്യ കേരളത്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവ് ആയിട്ടിരുന്ന നാട്ടുരാജ്യം ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊച്ചിയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. കൊച്ചി എന്ന് പറയുന്നത് നമുക്കറിയാം, അന്ന് കൊച്ചി ഭരിച്ചിരുന്നത് പരിഷത്ത് തമ്പുരാനായിരുന്നു. അദ്ദേഹം വളരെയധികം സപ്പോർട്ടീവ് ആയിരുന്നു ഐക്യ കേരള രൂപീകരണവുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ ഐക്യ കേരള രൂപീകരണവുമായി ബന്ധപ്പെട്ട് ലഘുലേഖ എഴുതിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? കൊച്ചി രാജാവായിട്ടുള്ള പരിഷത്ത് തമ്പുരാനാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി നമ്മൾ പറഞ്ഞു അന്ന് ഏറ്റവും കൂടുതൽ പ്രോമിനന്റ് അല്ലെങ്കിൽ സുപ്രീം റോള് കൈകാര്യം ചെയ്തിരുന്നത് തിരുവിതാംകൂർ അന്ന് ഭരിച്ചിരുന്നത് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു. അദ്ദേഹമാണ് ഐക്യ കേരള തമ്പുരാൻ. ശ്രദ്ധിക്കുക, ഐക്യ കേരള തമ്പുരാൻ എന്നറിയപ്പെട്ടത് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ്. ഈ പറയുന്ന ശ്രീ ചിത്ര തിരുനാളിന്റെ ദിവാനായിരുന്ന വ്യക്തിയായിരുന്നു സർ CP രാമസ്വാമി അയ്യർ. അധികാരം മൂത്ത് അദ്ദേഹത്തിന് ഈ പറയുന്ന അധികാരം ഒരിക്കലും എന്ത് ചെയ്യാനായിട്ട് അതായത് സ്വതന്ത്രമായി നാട്ടുരാജ്യമായിട്ട് എന്നും തിരുവിതാംകൂർ നിലനിൽക്കണം എന്ന് തന്നെയായിരുന്നു ആരുടെ ആഗ്രഹം? സർ CP രാമസ്വാമി അയ്യരുടെ ആഗ്രഹം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അധികാരം ഒരിക്കലും നഷ്ടപ്പെടരുത് എന്നത് തന്നെയായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒട്ടും സപ്പോർട്ടീവ് അല്ലാത്തൊരു നാട്ടുരാജ്യമായിരുന്നു ഏതെന്ന് പറയുന്നത് നമ്മുടെ തിരുവിതാംകൂർ എന്നുള്ളത് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എന്തായിരുന്നു കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യരാന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം, നമുക്കറിയാം പുന്നപ്ര വയലാർ സമരം, അതേപോലെ തന്നെ അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം കൊണ്ടുവന്നത് ആരാണ്? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. വഴിയെ നമുക്കത് നോക്കി പോകാം. അതാണ് നമ്മൾ പറഞ്ഞത്. ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞു ഭാഷാ അടിസ്ഥാനത്തിൽ, അതായത് ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആശയം ആദ്യമായിട്ട് അല്ലെങ്കിൽ പ്രമേയം ആദ്യമായിട്ട് ഉന്നയിച്ചത് ഏത് സമ്മേളനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1917 കൽക്കട്ട സമ്മേളനമാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതിൻ്റെ അധ്യക്ഷയാണ് ആനി ബസന്റ്. അതിനുശേഷം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കണം എന്ന ആശയം കൊണ്ടുവന്നത് 1920 നാഗ്പൂർ സമ്മേളനത്തിലാണ്. നാഗ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി വിജയരാഘവ ആചാര്യ എന്നുള്ളത് ഓർക്കുക. ഇതേ തുടർന്ന് പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വരികയും KPCCയുടെ ആദ്യ സെക്രട്ടറി ആയിട്ട് നിലവിൽ വന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ മാധവൻ നായരാന്നുള്ളതും ഓർക്കുക. ഇത്രയും കാര്യമാണ് നമുക്ക് ബേസിക്സ് ആയിട്ട് നമുക്ക് ഈ പറയുന്ന ഐക്യ കേരള രൂപീകരണവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ വ്യത്യസ്ത അതായത് ഒരേ ഭാഷ സംസാരിച്ചിരുന്നുവെങ്കിലും വ്യത്യസ്ത ഭരണ മേഖലകളിലായി വിഘടിച്ചു കിടന്നിരുന്ന ആളുകളെ എല്ലാം സംയോജിപ്പിച്ച് ഒന്നാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഐക്യ കേരള പ്രസ്ഥാനം കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ 1917 കൽക്കട്ട സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് പ്രമേയം ആദ്യമായി അവതരിപ്പിച്ചത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ വേണ്ടി. ഇനി ഭാഷാടിസ്ഥാനത്തിലെ സംസ്ഥാന കോൺഗ്രസ് രൂപീകരിക്കാനായിട്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത് 1920 നാഗ്പൂർ സമ്മേളനത്തിലാണ്. അത് സി വിജയരാഘവ ആചാര്യ ആയിരുന്നു അന്നേരം ആ സമയത്തെ അധ്യക്ഷൻ എന്നുള്ളതും ഓർത്തു വയ്ക്കുക. KPCC അതേ തുടർന്ന് രൂപം കൊണ്ടു. അതിൻ്റെ ആദ്യ സെക്രട്ടറി എന്ന് പറയുന്നത് കെ മാധവൻ നായരാന്നുള്ളത് കൂടി ഓർക്കുക. എല്ലാം വ്യക്തമായി എന്ന് തന്നെ കരുതുന്നു. നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോവാം. ഒന്നാം സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം, ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം അല്ലെങ്കിൽ അഖില കേരള രാഷ്ട്രീയ സമ്മേളനം എന്നൊക്കെ വേണമെങ്കിൽ നമുക്കിതിനെ പറയാം.
ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ വെരി 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 ഇമ്പോർട്ടൻ്റ്, ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒറ്റപ്പാലമാണ്. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് ഒറ്റപ്പാലത്താണ്. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1921 ഏപ്രിൽ 23 മുതൽ ഏപ്രിൽ 26 വരെയാണ് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത്. 1921 ഏപ്രിൽ 23 മുതൽ ഏപ്രിൽ 26 വരെയാണ് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത്. ഓക്കെ, നമുക്കറിയാം ഒറ്റപ്പാലം എന്ന് പറയുന്നത് പാലക്കാട് ഒറ്റപ്പാലത്താണ് ഇത് നടന്നത്. എന്തുകൊണ്ടാണ് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം ഇത്രയും ജില്ലകൾ ഉണ്ടായിട്ട് കറക്റ്റ് ഒറ്റപ്പാലത്ത്, അതായത് പാലക്കാട് ഒറ്റപ്പാലം എന്ന് പറയുന്ന സ്ഥലത്ത് നടത്താനുണ്ടായ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചതാണ്. INCയുടെ ആദ്യത്തെ മലയാളിയായിട്ടുള്ള പ്രസിഡന്റ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ആരാണ്? അത് ചേറ്റൂർ ശങ്കരൻ നായരാണ്. ചേറ്റൂർ ശങ്കരൻ നായർ ജനിച്ചത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിലെ ചേറ്റൂർ ശങ്കരൻ നായർ ജനിച്ച സ്ഥലം പാലക്കാട് ജില്ല ആയതുകൊണ്ടും അതേപോലെ തന്നെ INCയുടെ ആദ്യത്തെ മലയാളി ആയിട്ടുള്ള പ്രസിഡന്റായി ചേറ്റൂർ ശങ്കരൻ നായർ വന്നതുകൊണ്ടുമാണ് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം പാലക്കാട് നടത്താൻ ഉദ്ദേശിച്ചത്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നിലവില് കേന്ദ്ര നേതൃത്വത്തിൽ നിന്നുള്ള ഒരു പിന്തുണ അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് ഈ ഒരു രാഷ്ട്രീയ സമ്മേളനത്തിന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒറ്റപ്പാലത്ത് വെച്ച് തന്നെ ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരുന്നു ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് വെച്ച് നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര നേതൃത്വം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ചേറ്റൂർ ശങ്കരൻ നായരുടെ ഒരു നേതൃത്വം എന്തിനു ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, ഈ ഒരു സമ്മേളനത്തിന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് പാലക്കാട് ഒറ്റപ്പാലത്ത് വെച്ച് കൂടിയത് എന്നുള്ളത് ഒന്നോർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റപ്പാലത്ത് 1921 ഏപ്രിൽ 23 മുതൽ ഏപ്രിൽ 26 വരെയാണ്. അപ്പോൾ ഏപ്രിൽ 23 മുതൽ ഏപ്രിൽ 26 വരെ നടന്ന വർഷം 1921. നടന്ന സ്ഥലം അഖില കേരള രാഷ്ട്രീയ സമ്മേളനം അല്ലെങ്കിൽ ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഒറ്റപ്പാലം. ഓക്കെ, ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടി പ്രകാശമാണ്. അപ്പോൾ ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന് അധ്യക്ഷൻ വഹിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടി പ്രകാശമാണ്. നമുക്കറിയാം ടി പ്രകാശം, അദ്ദേഹം അറിയപ്പെടുന്നത് ആന്ധ്ര കേസരി എന്ന് പറഞ്ഞാണ് ടി പ്രകാശം അറിയപ്പെടുന്നത്. ആന്ധ്ര കേസരി എന്ന പേരിലാണ് ടി പ്രകാശം അറിയപ്പെടുന്നത്. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവിടങ്ങളിലെ പ്രതിനിധികൾ ഒരുമിച്ച് പങ്കെടുത്ത ആദ്യത്തെ സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്? 1921 ഒറ്റപ്പാലം സമ്മേളനമാണ്. അതായത് നമ്മൾ പറഞ്ഞു വിഘടിച്ച് കിടന്നിരുന്ന അല്ലെങ്കിൽ ഭരണപരമായി വിഘടിച്ച് പല പല പ്രദേശങ്ങളിൽ കിടന്നിരുന്ന മലയാളികളാണ് ഇവരെല്ലാവരും. ഇവിടെ മലബാർ എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്ന പ്രദേശത്ത് മറ്റൊരു തരത്തിലുള്ള സംസ്കാരവും അതേപോലെ തന്നെ സാഹചര്യവുമാണ് അവിടെ ഉള്ളത്. കൊച്ചിയിലാണെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഈ പറയുന്ന സാഹചര്യങ്ങളും അതേപോലെ തന്നെ അവസ്ഥയും. തിരുവിതാംകൂറിലും അങ്ങനെ എല്ലാം പല 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 ഈ പറയുന്ന ആളുകളെല്ലാം പല സ്വഭാവത്തിലും അതേപോലെ തന്നെ പല ട്രഡീഷൻ പല കൾച്ചർ എന്ന് പറഞ്ഞ പോലെ തന്നെ അവർ പല പല രീതിയിലുള്ള ആളുകളെ എല്ലാവരെയും ഒന്നിച്ച് ഒരു സമ്മേളനത്തിൽ ഒത്തുകൂടിയത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിലാണ്. അതായത് ഒറ്റപ്പാലത്ത് വച്ച് നടന്ന 1921 ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിലാണ് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ, ശ്രദ്ധിക്കുക മക്കളെ, മലബാർ, കൊച്ചി, തിരുവിതാംകൂർ ഈ 3 സ്ഥലങ്ങളിലെയും ആളുകളെ ഒരുമിച്ച് കൂട്ടിയ സമ്മേളനം ഏതാന്ന് ചോദിച്ചാൽ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. 3 പ്രദേശങ്ങളിലെയും ആളുകളെ ഒരുമിച്ച് കൂട്ടിയ സമ്മേളനം എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്. അപ്പൊ അത് അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കണം. PSC അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. എന്തായിരുന്നു 1921 ഒറ്റപ്പാലം സമ്മേളനത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് പറയാൻ പറ്റും മലബാർ, കൊച്ചി, തിരുവിതാംകൂർ ഈ 3 പ്രദേശങ്ങളിലെയും ആളുകളെ
ഒരുമിച്ച് പങ്കെടുത്ത സമ്മേളനമാണ് 1921 ഒറ്റപ്പാലം സമ്മേളനം. തുടർന്ന് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വരികയും ചെയ്യുകയാണ്. അപ്പോൾ ഒന്നാം കേരള രാഷ്ട്രീയ സമ്മേളനത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. നടന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റപ്പാലത്താണെന്ന് പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് നടന്നത്. എന്താണ് ഒറ്റപ്പാലത്ത് ഈ ഒരു സമ്മേളനം നടക്കാനുണ്ടായ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര നേതൃത്വം ഈ സമ്മേളനത്തിന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് അന്ന് നമ്മൾ പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ മലയാളി പ്രസിഡന്റ് ആയിട്ടുള്ള ചെറ്റൂർ ശങ്കരൻ നായരുടെ നാടാണ് ഒറ്റപ്പാലം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഈ ഒരു സമ്മേളനത്തിന്റെ ലീഡർഷിപ്പ് അല്ലെങ്കിൽ എന്താണ് നേതൃത്വം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സമ്മേളനം അന്ന് ഒറ്റപ്പാലത്ത് നടന്നത്. എന്ന് മുതൽ എന്ന് വരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1921 ഏപ്രിൽ 23 മുതൽ ഏപ്രിൽ 26 വരെയാണെന്നുള്ളത് ഓർക്കുക. ആരായിരുന്നു ഇതിന്റെ അധ്യക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ബാരിസ്റ്റർ ടി പ്രകാശം. അദ്ദേഹം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ആന്ധ്ര കേസരി എന്ന പേരിലാണ് ടി പ്രകാശം അറിയപ്പെടുന്നത്. എന്തായിരുന്നു ഈ ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഘടിച്ചു കിടന്നിരുന്ന ഭരണപ്രദേശങ്ങളിലെ ആളുകളെല്ലാം ഒരുമിച്ച് ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുക. അതായത് മുകളിൽ മലബാർ, താഴെ കൊച്ചി, അതിന് താഴെ തിരുവിതാംകൂർ, ഇവരെ 3 പേരെയും ഒരുമിപ്പിച്ച് ഒരു സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ച സമ്മേളനമാണ് 1921 ഏപ്രിൽ 23 മുതൽ ഏപ്രിൽ 26 വരെ നടന്ന സമ്മേളനം എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഇനി നമുക്ക് പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിലേക്ക് പോവാം. നടന്ന വർഷം മക്കളെ 1928. ഈ പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, അപ്പോൾ പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം നടന്നത് 1928 പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജവഹർലാൽ നെഹ്റു. അപ്പോൾ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? ടി പ്രകാശം, ആന്ധ്ര കേസരി ആണെന്നുള്ളത് ഓർക്കുക. KPCCയുടെ ആദ്യത്തെ സെക്രട്ടറി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ മാധവൻ നായരാന്നുള്ളത് ഓർക്കുക. ഇനി പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ച ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. സ്വാതന്ത്ര്യത്തിനു ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സമ്മേളനമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം. അതായത് സ്വാതന്ത്ര്യത്തിനു ശേഷം ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ചു. അതാണ് 1928 മെയ് 25 മുതൽ മെയ് 27 വരെ നടന്ന പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മക്കളെ, പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം അവതരിപ്പിച്ചു ആദ്യമായി. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാന്ന് ചോദിച്ചാൽ പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം. അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അന്ന് പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? കെ കേളപ്പനാണ് പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം അവതരിപ്പിച്ചത്. പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയത്തെ പിന്താങ്ങി അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കെ മാധവൻ നായർ. KPCC പ്രസിഡന്റ് ആയിരുന്ന കെ മാധവൻ നായരാണ് പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയത്തെ പിന്താങ്ങി സംസാരിച്ചത്. എല്ലാവർക്കും സ്വാതന്ത്ര്യം, സമസൗകര്യങ്ങളും നൽകുന്ന സാമുദായിക വ്യവസ്ഥ രൂപീകരിക്കണമെന്ന് ആശയം നിലവിൽ വന്നത് ഏത് സമ്മേളനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് സമ്മേളനത്തിലാണ്? ഈ പറയുന്ന നമ്മുടെ പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിനാണ്. അതേപോലെ തന്നെ 1928 പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തെ തുടർന്ന് തന്നെയുള്ള മറ്റ് 2 സംഭവങ്ങളാണ് അഖില കേരള കുടിയാന്മ സമ്മേളനം മഞ്ചേരിയിൽ വെച്ചാണ് നടക്കുന്നത്. അതേപോലെ തന്നെ നാട്ടുരാജ്യ പ്രജാ സമ്മേളനം അത് നടക്കുന്നത് എറണാകുളത്ത് വെച്ചാണ്. ഓക്കെ, അപ്പോൾ ഈ അഖില കേരള കുടിയാന്മ സമ്മേളനം 1928 നാട്ടുരാജ്യ പ്രജാ സമ്മേളനം 1928 നടന്നത് 1928 നമ്മൾ പറഞ്ഞു. ഈ 2 സമ്മേളനത്തിന്റെയും ആകെ തുകയാണ് എന്തെന്ന് പറയുന്നത്? പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ അഖില കേരള കുടിയാന്മ സമ്മേളനം നടന്നത് 1928 അതേപോലെ തന്നെ എന്താണ് നാട്ടുരാജ്യ പ്രജാ സമ്മേളനം നടന്നത് എന്നാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും എന്ന് തന്നെയാ, അതും 1928. അപ്പോൾ അഖില കേരള കുടിയാന്മ
സമ്മേളനം മഞ്ചേരിയിലും നാട്ടുരാജ്യ പ്രജാ സമ്മേളനം നടന്നത് എറണാകുളത്തുമാണെന്നുള്ളത് ഓർക്കുക. രണ്ടും 1928. പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനവും 1928. ഏറ്റവും വലിയ പ്രത്യേകത എന്താ ചോദിച്ചാൽ പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ കേളപ്പനാണ്. പിന്താങ്ങിയത് കെ മാധവൻ നായർ. സെറ്റാണല്ലോ. ഇനി മഹാകവി കുട്ടമത്തിന്റെ നേതൃത്വത്തിൽ കവി സമ്മേളനം അല്ലെങ്കിൽ സാഹിത്യ സമ്മേളനം നടന്നത് ഏത് സമ്മേളനത്തിലാണെന്ന് ചോദിച്ചാൽ മക്കളെ പയ്യന്നൂർ സമ്മേളനത്തോട് അനുബന്ധിച്ചാണ് മഹാകവി കുട്ടമത്തിന്റെ നേതൃത്വത്തിൽ എന്ത് നടന്നു? കവി സമ്മേളനം. അപ്പോൾ മഹാകവി കുട്ടമത്തിന്റെ നേതൃത്വത്തിൽ കവി സമ്മേളനം അല്ലെങ്കിൽ സാഹിത്യ സമ്മേളനം നടന്നത് ഏത് സമ്മേളനത്തോടനുബന്ധിച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1928 പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിനോടനുബന്ധിച്ചാണ് മഹാകവി കുട്ടമത്തിന്റെ നേതൃത്വത്തിൽ കവി സമ്മേളനം അല്ലെങ്കിൽ സാഹിത്യ സമ്മേളനം നടന്നത്. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് ആണ്, റയർ പോയിന്റ് ആണ്, റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. ഐക്യ കേരളം മാത്രം ലക്ഷ്യം വച്ചുകൊണ്ട് രൂപം കൊണ്ട സംഘടന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ സമസ്ത കേരള സാഹിത്യ പരിഷത്ത്. ശ്രദ്ധിക്കുക, സമസ്ത കേരള സാഹിത്യ പരിഷത്ത് എന്ന് പറയുന്ന സംഘടന ഐക്യ കേരളം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് രൂപം കൊണ്ട സംഘടനയാണ് സമസ്ത കേരള സാഹിത്യ പരിഷത്ത്. ഒരു 5 പ്രാവശ്യം എഴുതി പഠിച്ചോ, ഒരു നഷ്ടമില്ല നിങ്ങൾക്ക്. ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ ഐക്യ കേരള മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് രൂപം കൊണ്ട സംഘടന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമസ്ത കേരള സാഹിത്യ പരിഷത്ത്. ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഐക്യ കേരളം ലഘുലേഖ എഴുതിയ പത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഐക്യ കേരളം ലഘുലേഖ നിരന്തരമായി എഴുതി ഐക്യ കേരളം രൂപീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KP കേശവ മേനോനാണ്. എഴുതിയത് മാതൃഭൂമിയിലാണ്. മാതൃഭൂമി പത്രം 1923 കോഴിക്കോട് നിന്നും പുറത്തിറങ്ങിയ പത്രമാണ് മാതൃഭൂമി എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. അപ്പോൾ ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഐക്യ കേരളം ലഘുലേഖ എഴുതിയ പത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? KP കേശവ മേനോന്റെ മാതൃഭൂമി കോഴിക്കോട് നിന്നും പുറത്തിറങ്ങി 1923 എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ പത്രമായിട്ടുള്ള മലയാള മനോരമ പുറത്തിറങ്ങിയത് എന്നാന്നുള്ളത് മക്കളെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, താഴെ എന്നാണ് മലയാള മനോരമ പത്രം പുറത്തിറങ്ങിയത് എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യുക. സിമ്പിൾ ആണ്, കാരണം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ചോദ്യങ്ങളാണ് ചിലപ്പോഴൊക്കെ നമ്മുടെ റാങ്ക് മേക്കിംഗ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കി നമുക്ക് തെറ്റിക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ മലയാള മനോരമ പത്രം എഴുതിയത് ആരാന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്തോ. അപ്പോൾ മലയാള മനോരമ എന്നാണ് പുറത്തിറങ്ങിയത് എന്നുള്ളത് ഒന്ന് താഴെ കമന്റ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഐക്യ കേരളം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് രൂപം കൊണ്ട സംഘടനയാണ് സമസ്ത കേരള സാഹിത്യ പരിഷത്ത്. ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഐക്യ കേരളം ലഘുലേഖ എഴുതിയ പത്രം ചോദിച്ചാൽ അത് മാതൃഭൂമിയാണെന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ആരാണ് പത്രത്തിന്റെ സ്ഥാപകൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KP കേശവ മേനോൻ. കോഴിക്കോട് നിന്നാണ് പുറത്തിറങ്ങിയത് എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ 1923 ആണെന്നുള്ളത് കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തെ കുറിച്ച് പഠിക്കാനുള്ളൂ. പറഞ്ഞ കാര്യം മക്കളെ ഇത് ഓടിച്ചു പറയാം. പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം നടന്നത് 1928. അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു. എന്തായിരുന്നു പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം അവതരിപ്പിച്ച സമ്മേളനമാണ്. അവതരിപ്പിച്ചത് കെ കേളപ്പൻ, പിന്താങ്ങിയത് കെ മാധവൻ നായർ. എല്ലാവർക്കും സമത്വം സമസൗകര്യങ്ങളും നൽകുന്ന സാമുദായിക വ്യവസ്ഥ രൂപീകരിക്കണമെന്ന ആശയമാണ് ഇതിൽ വന്നത്. അഖില കേരള കുടിയാന്മ സമ്മേളനം 1928 മഞ്ചേരി. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു, അതായത് നാട്ടുരാജ്യ പ്രജാ സമ്മേളനം 28 എറണാകുളം. ഇനി കവി സമ്മേളനം അല്ലെങ്കിൽ എന്താണ് സാഹിത്യ സമ്മേളനം മഹാകവി കുട്ടമത്തിന്റെ നേതൃത്വത്തിൽ നടന്നതും 1928 പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തോട് അനുബന്ധിച്ച് ആണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഐക്യ കേരളം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് രൂപം കൊണ്ട സംഘടന ഏതാണ്? സമസ്ത കേരള സാഹിത്യ പരിഷത്തും. എന്നാൽ ഐക്യ കേരളം ലഘുലേഖ എഴുതിയ പത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാതൃഭൂമിയാണെന്നുള്ളതും മനസ്സിലാക്കുക. നമുക്ക് ഐക്യ കേരള കൺവെൻഷനെ കുറിച്ച് പഠിക്കാം. ഐക്യ കേരളം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ചത് 1928. നമ്മൾ പറഞ്ഞു ആദ്യമായി ഐക്യ കേരളം എന്ന ആശയം ഉന്നയിച്ചത് 1928 ഏപ്രിലിൽ നടന്ന നാട്ടുരാജ്യ പ്രജാ സമ്മേളനം എറണാകുളത്ത് വെച്ച് നടന്നതിലാണ് ഇങ്ങനെ ആദ്യമായിട്ട്
ഐക്യ കേരളം എന്ന ആശയം ഉന്നയിച്ച സമ്മേളനം ഏതാണ്? നാട്ടുരാജ്യ പ്രജാ സമ്മേളനം എറണാകുളത്താണ്. തൃശ്ശൂരിൽ ഐക്യ കേരള കൺവെൻഷൻ നടന്നു. എന്നാൽ തൃശ്ശൂരിൽ ഐക്യ കേരള കൺവെൻഷൻ നടന്നത് 1947. ഐക്യ കേരള കൺവെൻഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേളപ്പനാണ് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഐക്യ കേരള കൺവെൻഷന്റെ അധ്യക്ഷൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐക്യ കേരള കൺവെൻഷന്റെ അധ്യക്ഷൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് മക്കളെ? യെസ്, ആരാണ്? നമ്മുടെ കേളപ്പനാന്നുള്ളത് ഓർക്കുക. ഓക്കെ. ഇനി ഐക്യ കേരള കൺവെൻഷനിൽ ഐക്യ കേരളം എത്രയും പെട്ടെന്ന് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഈ മൊയ്തു മൗലവിയാണ്. ആരാണ്? ഈ മൊയ്തു മൗലവിയാന്നുള്ളത് ഓർക്കുക. ആരാണ്? ഈ മൊയ്തു മൗലവി. ഈ മൊയ്തു മൗലവിയാണ് എന്ത് പറഞ്ഞത്? ഐക്യ കേരള കൺവെൻഷൻ, ഐക്യ കേരളം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൊയ്തു മൗലവിയാന്നുള്ളത് ഓർക്കുക. സ്വാതന്ത്ര്യ പ്രാപ്തിക്കു ശേഷം ഐക്യ കേരള സമ്മേളനം നടന്നത് ആലുവയിലാണ്. അപ്പോൾ ഐക്യ കേരള കൺവെൻഷനുമായി ബന്ധപ്പെട്ട് വളരെ കുറച്ച് പോയിന്റ്സാണ് പറഞ്ഞത്. ആശയം ആദ്യമായിട്ട് വന്നത് ഏതാണ്? ഐക്യ കേരളം നാട്ടുരാജ്യ പ്രജാ സമ്മേളനത്തിനാണ് എറണാകുളത്ത് നടന്നത്. അതേപോലെ തൃശ്ശൂരിൽ ഐക്യ കേരള കൺവെൻഷൻ നടന്നത് 47-ലാണ്. അതിൻ്റെ അധ്യക്ഷൻ കേളപ്പനാണ്. എത്രയും പെട്ടെന്ന് ഐക്യ കേരളം ഉണ്ടാകണമെന്ന് സ്ഥാപിച്ച് പ്രമേയം അവതരിപ്പിച്ചത് ഈ മൊയ്തു മൗലവിയും. സ്വാതന്ത്ര്യ പ്രാപ്തിക്കു ശേഷം ഐക്യ കേരളം സമ്മേളനം നടന്നത് ആലുവയിലാണെന്നുള്ളത് കൂടി ഓർക്കുക. അടുത്തത് തിരുക്കൊച്ചി സംയോജനം. തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ചുകൊണ്ട് തിരുക്കൊച്ചി സംയോജനം നിലവിൽ വന്നത് 1949 ജൂലൈ 1-നാണ്. അപ്പോൾ തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ചുകൊണ്ട് തിരുക്കൊച്ചി സംയോജനം നിലവിൽ വന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1949 ജൂലൈ 1-നാന്നുള്ളത് ഓർക്കുക. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു വർഷമാണ്. തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ചുകൊണ്ട് തിരുക്കൊച്ചി സംയോജനം നിലവിൽ വന്നത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1949 ജൂലൈ 1-നാണ്. തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ രാജ്യപ്രമുഖ സ്ഥാനം വഹിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാളാന്നുള്ളത് ഓർക്കുക. അപ്പോൾ തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ രാജ്യപ്രമുഖ, അതായത് നിലവിൽ രാജ്യപ്രമുഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ഗവർണറിന്റെ സ്ഥാനമാണ് രാജ്യപ്രമുഖിന് ലഭിക്കുന്നത്. അതായത് തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ രാജ്യപ്രമുഖ സ്ഥാനം വഹിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ രാമവർമ്മയാണ്. അപ്പോൾ കൊച്ചി രാജാവിന് ഉപരാജാ പ്രമുഖ സ്ഥാനം വാഗ്ദാനം ചെയ്യും. അതായത് എന്താണ്? നിലവില് ഗവർണറും അതേപോലെ തന്നെ എന്താണ് ഗവർണറിന് തൊട്ട് താഴെയായിട്ട് ഉപഗവർണർ എന്ന് പറയുന്ന ഒരു സ്ഥാനമാണ് ഉപരാജാ പ്രമുഖ എന്ന് പറയുന്നത്. ഈ ഒരു സ്ഥാനം കൊച്ചി രാജാവിന് നൽകുകയാണ്, അതായത് പരീക്ഷത്ത് തമ്പുരാന്. പക്ഷെ പുള്ളി അത് നിരസിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ നമ്മൾ പറഞ്ഞു, അതായത് കേരളം അന്ന് 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ 3 ഭരണ പ്രദേശങ്ങളായിട്ട് കിടന്നിരുന്നപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ടുള്ള നാട്ടുരാജ്യം ഐക്യ കേരളവുമായി ബന്ധപ്പെട്ട് കൊച്ചിയാന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ കൊച്ചി രാജാവിന് നല്ലൊരു ഭരണം ജനങ്ങൾക്ക് കാഴ്ചവെക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ലക്ഷ്യം. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് പ്രത്യേകിച്ചുള്ള സ്ഥാനമാനങ്ങൾ ലഭിക്കണമെന്നോ അല്ലെങ്കിൽ അത് വേണമെന്നോ ഉള്ള യാതൊരു വാശിയോ നിർബന്ധമോ ഒന്നുമില്ലാതിരുന്ന രാജാവാണ് കൊച്ചി രാജാവ്. എന്നാൽ തിരുവിതാംകൂർ മറിച്ച് ആയിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ദിവാനായിരുന്ന സർ CP തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്നുള്ളതും നമുക്ക് ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ പറയുന്ന നിലവിലെ എന്താണ് കൊച്ചി രാജാവ് പരിഷത്ത് തമ്പുരാൻ ഒരു സ്ഥാനവും വേണ്ട എന്ന് പറയുന്നു. തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ രാജ്യപ്രമുഖ, അതായത് തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി സംയോജനം 1949 ജൂലൈ 1-ന് വന്നപ്പോൾ അതിന്റെ എല്ലാത്തിൻ്റെയും എന്താണ് നിലവിലെ അധികാരം എന്ന് പറയുന്നത് ആർക്ക് വരികയാണ്? ഈ പറയുന്ന ചിത്തിര തിരുനാളിനാണ് വരുന്നത്. പൂർണ്ണമായിട്ടും എല്ലാ അധികാരങ്ങളും സ്ഥാനമാനങ്ങളും എല്ലാം ഉപേക്ഷിച്ച് ഒരു എന്താണ് ഈ പറയുന്ന സാധാരണമായി തന്നെ ഒരാളെ പോലെ തന്നെ ജീവിക്കാം എന്നുള്ള ലെവലിലാണ് ഈ പറയുന്ന പരീക്ഷത്ത് തമ്പുരാനും കൊച്ചിയും ഒരു തീരുമാനമെടുക്കുന്നത്. പക്ഷേ ഇതിനോടകം തന്നെ കൊച്ചി പ്രക്ഷോഭങ്ങളും കൊച്ചി കലാപങ്ങളൊക്കെ വരികയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ അധികാരങ്ങളും തിരുവിതാംകൂറിന് വിട്ടുകൊടുക്കുന്ന ആ ഒരു എന്താണ് ഈ പറയുന്ന വ്യവസ്ഥിതിയോട് കൊച്ചിയിലെ ആളുകൾ ആരും സപ്പോർട്ടീവ് അല്ല. അതിൻ്റെ പിന്നീടുള്ള അനന്തര ഫലമാണ്, അതായത് നിലവിൽ നമ്മുടെ ഭരണസ്ഥിരാ കേന്ദ്രമായിട്ടുള്ള സെക്രട്ടേറിയറ്റ് മന്ദിരം എന്ന് പറയുന്നത് തിരുവിതാംകൂറിനും, എന്നാൽ നിയമസഭ അല്ലെങ്കിൽ നിയമമണ്ഡലം ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ നിയമ തലസ്ഥാനമായിട്ട് ഈ പറയുന്ന കൊച്ചി വരുകയും അതേപോലെ തന്നെ
നിലവിൽ നമ്മുടെ ഹൈക്കോർട്ട് എങ്ങോട്ടേക്ക് വരുന്നു? ഇവിടെ കൊച്ചിയിലേക്കും, അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് ആർക്ക് കൊടുക്കുന്നു? തിരുവിതാംകൂറിനും കൊടുക്കുന്നു. അങ്ങനെയാണ് ഈ രണ്ട് സംഭവങ്ങളും, ഒന്ന് ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് തിരുവിതാംകൂറിന് ലഭിക്കുകയും അതേപോലെ തന്നെ കൊച്ചിക്കാർക്ക് സമാധാനത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ എന്താണ് കൊച്ചിയെ ഒന്ന് ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹൈക്കോർട്ട് എന്ന് പറയുന്നത് എങ്ങോട്ടേക്ക് വന്നത്? ഈ പറയുന്ന നമ്മുടെ എറണാകുളത്തേക്ക് ഹൈക്കോർട്ട് ആക്കിയത്, അല്ലെങ്കിൽ കൊച്ചിയിലേക്ക് ആക്കിയത് എന്നുള്ളത് കൂടി ഒന്ന് ഓർത്തു വെച്ചോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, തിരുവിതാംകൂർ രാജാവിനെ പുതിയ സംസ്ഥാനത്തിന്റെ തലവനായി നിയമിച്ച നീക്കത്തിനെതിരായി നിരവധി പേർ രംഗത്ത് വന്നു. മലബാറും തിരുക്കൊച്ചിയും ചേർന്ന് സംസ്ഥാനം രൂപീകരിക്കണമെന്നവർ വാദിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനോടുള്ള പ്രതിഷേധ സൂചകമായിട്ട് ഐക്യ കേരള കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനം ആരാണ് രാജിവെച്ചത്? നല്ലൊരു ചോദ്യമാണ്. കേന്ദ്ര സർക്കാരിനോടുള്ള പ്രതിഷേധ സൂചകമായി ഐക്യ കേരള കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കെ കേളപ്പനാന്നുള്ളത് മക്കളെ ഓർത്തു വയ്ക്കുക. അപ്പൊ കേന്ദ്ര സർക്കാരിനോടുള്ള പ്രതിഷേധ സൂചകമായി ഐക്യ കേരള കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് കെ കേളപ്പനാണ്. ഐക്യ കേരള പ്രസ്ഥാനം ശക്തമാകാൻ 1946 രൂപീകൃതമായ KPCC ഉപസമിതി യോഗം നടന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെറുതുരുത്തിയാന്നുള്ളതും ഓർക്കുക. എവിടെയാണ്? ചെറുതുരുത്തി. അധ്യക്ഷൻ ആരായിരുന്നു? KP കേശവ മേനോൻ. ആരാണ്? KP കേശവ മേനോൻ. തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്തിലെ ആദ്യത്തെ ജനകീയ മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയത് TK നാരായണപിള്ളയാണ്. 1951-52 പൊതു തെരഞ്ഞെടുപ്പിൽ നിയമസഭാ സീറ്റുകളുടെ എണ്ണം എത്രയായിരുന്നു എന്ന് ചോദിച്ചാൽ 108 ആണ്. 1954 ഫെബ്രുവരിയിൽ നടന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിലെ സീറ്റുകളുടെ എണ്ണമാണെങ്കിൽ 118. 1955 ഫെബ്രുവരിയിൽ തമിഴ്നാട് കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി അധികാരത്തിൽ വന്ന മന്ത്രിസഭയുടെ നേതാവായിരുന്നു പനമ്പിള്ളി ഗോവിന്ദമേനോൻ. ഓക്കെ, അപ്പോൾ തിരുക്കൊച്ചി സംയോജനത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതായത് മലബാർ മദ്രാസ് പ്രൊവിൻസസിന്റെ കീഴിലായിരുന്നതും ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിലായിരുന്ന ആ മലബാർ എന്ന് പറയുന്ന പ്രദേശം ഇങ്ങനെ മാറി നിൽക്കുകയാണ്. അതിനുശേഷം തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ സംയോജിച്ചാണ് തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വരുന്നത്. അങ്ങനെ വന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 49 ജൂലൈ 1 അന്ന് തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ രാജ്യപ്രമുഖ, അതായത് ഗവർണർ സ്ഥാനം എന്ന് പറയുന്നത് ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ശ്രീ ചിത്തിര തിരുനാളിനാന്നുള്ളത് ഓർത്തു വയ്ക്കുക. കൊച്ചി രാജാവിന് ഉപരാജാ പ്രമുഖ സ്ഥാനം കൊടുക്കുമെങ്കിലും അദ്ദേഹം എന്ത് ചെയ്യാണ്? അത് നിരസിക്കുകയാണ്. ഓക്കെ, അന്ന് തിരുക്കൊച്ചി രൂപീകരണത്തിന്റെ സമയത്ത് ആരായിരുന്നു കൊച്ചി രാജാവ് എന്ന് ചോദിച്ചാൽ അത് പരീക്ഷത്ത് തമ്പുരാനാണ്. ആര്? പരീക്ഷത്ത് തമ്പുരാൻ. തിരുവിതാംകൂറിലാണെങ്കിലോ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാം വർമ്മയാണ്. ഇവിടെ പരീക്ഷത്ത് തമ്പുരാൻ. നമ്മൾ പറഞ്ഞു ഐക്യ കേരള തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ശ്രീ ചിത്തിര തിരുനാളാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. തിരുവിതാംകൂറിനെ രാജാവിനെ പുതിയ സംസ്ഥാനത്തിന്റെ തലവനായി നിയമിച്ച നീക്കത്തിനെതിരെയാണ് ഇവിടെ പ്രക്ഷോഭങ്ങൾ വന്നത്. കൊച്ചി കലാപം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇതിനോടനുബന്ധിച്ചാണ് പിന്നീട് സെക്രട്ടേറിയറ്റ് തിരുവിതാംകൂറിനും ഹൈക്കോർട്ട് എന്ന് പറയുന്നത് കൊച്ചിക്കും കൊടുക്കാനുള്ള തീരുമാനം വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിനോടുള്ള പ്രതിഷേധ സൂചകമായി ഐക്യ കേരള കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് കെ കേളപ്പനാന്നുള്ളത് ഓർക്കുക. ഐക്യ കേരള പ്രസ്ഥാനം ശക്തമാകാൻ 1946 രൂപീകൃതമായ KPCC ഉപസമിതി യോഗം നടന്നത് ചെറുതുരുത്തിയിലാണ്. അതിന്റെ അധ്യക്ഷനാണ് KP കേശവ മേനോൻ എന്നുള്ളതും ഓർക്കുക. അതേപോലെ 1951-52 പൊതു തെരഞ്ഞെടുപ്പിൽ നിയമസഭാ സീറ്റുകളുടെ എണ്ണം ചോദിച്ചാൽ 108. 54 ഫെബ്രുവരിയിൽ നടന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിലാണെങ്കിൽ 118. 55 ഫെബ്രുവരി തമിഴ്നാട് കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി അധികാരത്തിൽ വന്ന മന്ത്രിസഭയുടെ നേതാവാണ് പനമ്പിള്ളി ഗോവിന്ദമേനോൻ. 1956 ആദ്യത്തെ പ്രസിഡന്റ് ഭരണം നടപ്പിലായി. ഇനി നമുക്ക് കുറച്ച് റാങ്ക് ബൂസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. ഒത്തിരി തവണ PSC ചോദിച്ചതാണ്. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ EMS നമ്പൂതിരിപ്പാടാണ്. ഓക്കെ, അപ്പോൾ മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം എന്ന് പറയുന്ന സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത് EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാട് ഐക്യ കേരളം എന്ന ആശയം മുന്നോട്ട് വച്ച കൃതി ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ 1.25 കോടി മലയാളികളാണ്. ഓക്കെ, അപ്പോൾ EMS നമ്പൂതിരിപ്പാട് ഐക്യ കേരളം എന്ന ആശയം മുന്നോട്ട് വെച്ച കൃതി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? 1.25 കോടി മലയാളികളാണ്. അപ്പോൾ EMS നമ്പൂതിരിപ്പാട് ഐക്യ കേരളം എന്ന ആശയം മുന്നോട്ട് വെച്ച കൃതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1.25 കോടി മലയാളികൾ.
ഏകഭാഷ സംസാരിക്കുന്ന മലയാളി സമൂഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വ്യാകരണ ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ അത് ലീലാ തിലകമാണ്. അപ്പോൾ ഏകഭാഷ സംസാരിക്കുന്ന മലയാളി സമൂഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വ്യാകരണ ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ ലീലാ തിലകമാണ്. ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയതാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NV കൃഷ്ണവാര്യരാണ് ഐക്യ കേരള പ്രതിജ്ഞ കവിതയായി എഴുതിയത്. NV കൃഷ്ണവാര്യർ. ഐക്യ കേരള തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണെന്നുള്ളതും ഓർക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയാണ് പറഞ്ഞത്. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന ആവശ്യമുന്നയിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത് EMS ആണ്. EMS അങ്ങനെ ആശയം ഉന്നയിച്ചത് ഏത് കൃതിയിലൂടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1.25 കോടി മലയാളികൾ, ഏകഭാഷ സംസാരിക്കുന്ന മലയാളി സമൂഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വ്യാകരണ ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് ലീലാ തിലകമാണ്. ഐക്യ കേരള പ്രതിജ്ഞ കവിതയായി എഴുതിയത് NV കൃഷ്ണവാര്യരും ഐക്യ കേരള തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ്. ഇനി നമുക്ക് പ്രധാനമന്ത്രിമാരെ കുറിച്ച് പഠിക്കാം. അതായത് മകളെ ശ്രദ്ധിക്കുക, ഈ കോഡ് ഓർത്തിരുന്നാൽ മതി, നിങ്ങൾക്ക് സെറ്റാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പട്ടം താണുപിള്ളയും, അതേപോലെ തന്നെ എന്താണ് തിരുവിതാംകൂറിലെ അവസാനത്തെ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറവൂർ TK നാരായണപിള്ളയാണ്. പറവൂർ TK നാരായണപിള്ള. ഓക്കെ, ഇനി കൊച്ചിയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പനമ്പിള്ളി ഗോവിന്ദമേനോൻ. കൊച്ചിയിലെ അവസാനത്തെ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇക്കണ്ട വാര്യരാണ്. ഇനി തിരുക്കൊച്ചിയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറവൂർ TK നാരായണപിള്ള. തിരുക്കൊച്ചിയിലെ അവസാനത്തെ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പനമ്പിള്ളി ഗോവിന്ദമേനോൻ. അപ്പോൾ അത് ഇങ്ങനെ ഓർത്താൽ മതി. തിരുവിതാംകൂറിൽ പട്ടം പറന്നു. ഓക്കെ, തിരുവിതാംകൂറിൽ പട്ടം പറന്നു. അപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പട്ടം താണുപിള്ളയും, അതേപോലെ തന്നെ തിരുവിതാംകൂറിലെ അവസാനത്തെ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറവൂർ TK നാരായണപിള്ള. പറവൂർ TK നാരായണപിള്ള. അപ്പോൾ പട്ടം താണുപിള്ള പറന്നു, പട്ടം പറന്നു. അപ്പോൾ പട്ടം താണുപിള്ള, പറവൂർ TK നാരായണപിള്ള, പട്ടം പറന്നു. ഇനി കൊച്ചിയിലാണെങ്കിലോ കൊച്ചിയിലെ പന ഇക്കണ്ടത്ത്. അപ്പോൾ നോക്കിയേ, കൊച്ചി പനമ്പിള്ളി ഗോവിന്ദമേനോൻ, അതേപോലെ തന്നെ അവസാനത്തെ ഇക്കണ്ട വാര്യർ. തിരുക്കൊച്ചിയിലെ പറ എന്ന് പറയുമ്പോൾ ആരാണ്? പറവൂർ TK നാരായണപിള്ളയും. കൊച്ചിയിലെ പറയും പനയും, അപ്പോൾ എന്താണ്? പനമ്പിള്ളി ഗോവിന്ദമേനോൻ. ഓക്കെ, അപ്പോൾ കൊച്ചിയിൽ ആരാ ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചിയിൽ പറയും പനയും, അതേപോലെ തന്നെ കൊച്ചിയിലെ പന ഇക്കണ്ടത്ത്, തിരുവിതാംകൂറിൽ പട്ടം പറന്നു, തിരുക്കൊച്ചിയിലെ പറയും പനയും എന്നുള്ളത് ഓർക്കുക. അപ്പോൾ തിരുക്കൊച്ചിയിലെ ആദ്യ മുഖ്യമന്ത്രി പറവൂർ TK നാരായണപിള്ള, തിരുക്കൊച്ചിയിലെ അവസാന പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പനമ്പിള്ളി ഗോവിന്ദമേനോൻ. തിരുക്കൊച്ചിയിലെ മുഖ്യമന്ത്രിമാർ പറവൂർ TK നാരായണപിള്ള, C കേശവൻ, AJ ജോൺ, പട്ടം താണുപിള്ള, പനമ്പിള്ളി ഗോവിന്ദമേനോൻ. തിരുവിതാംകൂറിലെ മന്ത്രിസഭയിലെ ആദ്യ വനിതാ മന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഓർക്കുക, ആരാണ്? അത് ആനി മസ്കറിൻ ആണെന്നുള്ളത് ഓർക്കുക വയ്ക്കുക, ആനി മസ്കറിൻ. ഇനി കേരള സംസ്ഥാന രൂപീകരണത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിവ ഉൾക്കൊള്ളിച്ച് കേരള സംസ്ഥാനം രൂപീകരിക്കാൻ നിർദ്ദേശം നൽകിയ കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഫസൽ അലി കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിവ ഉൾക്കൊള്ളിച്ച് എന്ത് ചെയ്യണം? കേരള സംസ്ഥാനം രൂപീകരിക്കാൻ നിർദ്ദേശം നൽകിയത് ഫസൽ അലി കമ്മീഷൻ. അപ്പോൾ അതിക്ക് മുമ്പ് എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ നിലവിൽ എന്ത് ചെയ്യണം? കേരള സംസ്ഥാനം രൂപീകരിക്കണം എന്ന ആശയവുമായി ബന്ധപ്പെട്ടാണ് SK ദർ കമ്മിറ്റി 1848 വരുന്നത്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല? അവരുടെ ആ ഒരു തീരുമാനം എന്താണ്? ശരിയാകുന്നില്ല. അതിനുശേഷമാണ് പിന്നീട് എന്ത് വരുന്നത്? ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാമെന്ന ആശയം ഫസൽ അലി കമ്മീഷനും നിലവിൽ വരുന്നത്. മലബാർ, തിരുവിതാംകൂർ, കൊച്ചി പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കേരള സംസ്ഥാനം രൂപീകൃതമായ വർഷം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 1956 നവംബർ 1 മലബാർ, തിരുവിതാംകൂർ, കൊച്ചി എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കേരള സംസ്ഥാനം രൂപീകൃതമായ വർഷം എന്നാണ് എന്ന് ചോദിച്ചാൽ 1956 നവംബർ 1. മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്ത പ്രദേശങ്ങൾ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. താഴെ പറയുന്നവയിൽ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്ത പ്രദേശങ്ങൾ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നത്
ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കുക. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. അപ്പൊ ശ്രദ്ധിക്കുക, തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതൊക്കെ പ്രദേശങ്ങളാണ് മദിരാശിക്ക് വിട്ടുകൊടുത്തതെന്ന് ചോദിച്ചാൽ തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് 4 പ്രദേശങ്ങളാണ്. അതാണ് നമ്മൾ പറഞ്ഞു തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. ഇത്രയും സ്ഥലങ്ങളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്ത പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട തെക്കൻ കർണാടകത്തിന്റെ ഭാഗമായിരുന്ന താലൂക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കാസർഗോഡും അതേപോലെ തന്നെ ഹോസ്ദുർഗുമാണെന്നുള്ളത് ഓർക്കുക. ഓക്കെ, അപ്പോൾ കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട തെക്കൻ കർണാടകത്തിന്റെ ഭാഗമായിരുന്ന താലൂക്കുകളാണ് കാസർഗോഡും ഹോസ്ദുർഗും. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ പഠിച്ചത് 6 സ്ഥലങ്ങളാണ്. മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്ത തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങളാണ് തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, അതേപോലെ തന്നെ വിളവൻകോട്. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന പ്രദേശം മദിരാശിക്ക് വിട്ടുകൊടുത്തു. ഇനി മദിരാശി നമുക്ക് തന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാസർഗോഡ്, ഹോസ്ദുർഗ എന്നുള്ളതും ഓർക്കുക. കർണാടകത്തിന്റെ ഭാഗമായിരുന്ന താലൂക്കുകളാണ് ഹോസ്ദുർഗും അതേപോലെ തന്നെ കാസർഗോഡും നമുക്ക് കിട്ടി. ഇത്രയും കാര്യങ്ങളാണ് ഐക്യ കേരള രൂപീകരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. അത്യാവശ്യം നല്ല കിടുക്കാച്ചി ടോപ്പിക്കാണ്. മര്യാദയ്ക്ക് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് 1, 2, 3 തവണ കേൾക്കുകയാണെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാംസിനും ഇനി വരാനിരിക്കുന്ന എല്ലാ എക്സാമുകൾക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് ഐക്യ കേരള പ്രസ്ഥാനം. അപ്പോൾ ക്ലാസ് 1, 2, 3 പ്രാവശ്യം കേൾക്കുക. അത്ര തവണ റിപ്പീറ്റ് ചെയ്താണ് പറയുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ PDF നോട്ടും എന്ത് ചെയ്യുക, 2, 3 തവണ വായിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ ക്ലാസ്സുകളും നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും പേയ്മെൻ്റ് ഇല്ല എന്ന് കരുതി ഒരു രീതിയിലുമുള്ള കോംപ്രമൈസ് ക്ലാസ്സിൽ ചെയ്യാറില്ല. മാക്സിമം നിങ്ങൾക്ക് ഇത് പഠിക്കാനും ഈ ക്ലാസ്സുകൾ വരുന്ന എക്സാമുകൾക്ക് ഉപകാരപ്രദമാകാനും വേണ്ടി തന്നെയാണ് ഓരോ ക്ലാസ്സും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും അതേപോലെ തന്നെ നിങ്ങളുടെ കമൻസും ഒക്കെയാണ്, ലൈക്കൊക്കെയാണ് നമ്മുടെ മുന്നോട്ടേക്കുള്ള പ്രചോദനം. അപ്പോൾ എന്താണ്, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ക്ലാസ്സുകൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്ലാസ് നമുക്ക് തയ്യാറാക്കണമെങ്കിൽ അതിന് ആദ്യം നമ്മൾ ഈ ക്ലാസ്സിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മൊത്തം പഠിച്ച് അത് സെറ്റ് ചെയ്ത് അതിന് എല്ലാത്തിൻ്റെയും കൃത്യമായിട്ട് തെറ്റാതെ ഉള്ളൊരു PDF സെറ്റ് ചെയ്ത് ആ PDF എടുത്ത് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കംപ്ലീറ്റ് ആയി നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ ഒത്തിരി പ്രോസസ്സുകളിലൂടെ കടന്നാണ് ഓരോ ക്ലാസ്സും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഓരോ ക്ലാസ്സും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് ജസ്റ്റ് ഒരു ലൈക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു കമൻ്റ് എങ്കിലും ഇടുകയാണെങ്കിൽ നമുക്കത് വീണ്ടും നാളെയും പുതിയ ക്ലാസ്സുകൾ ചെയ്യാനും അതേപോലെ തന്നെ എന്താണ് നിങ്ങളിത് കണ്ട് പഠിച്ച് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത്രമാത്രമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പോൾ അതെങ്കിലും നിങ്ങൾക്ക് എന്താണ് ജസ്റ്റ് ഒരു ലൈക്ക് പോലും ഇടാൻ പറ്റില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട്, അതായത് നമ്മുടെ ഓരോ ക്ലാസ്സുകൾ നിങ്ങൾ നോക്കുമ്പോഴും മനസ്സിലാവും, ഒരു ക്ലാസ് പോലും ഞാൻ ഒരിക്കൽ പോലും ഇന്നേ വരെ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഒരു 10, 15 മിനിറ്റോ അല്ലെങ്കിൽ 20 മിനിറ്റോ ഒന്നും ആയിട്ട് ഒന്നും ഇടാറില്ല. എല്ലാം ഈ പറയുന്ന പോലെ തന്നെ 40, 50, 55, 1, 1.5 മണിക്കൂറൊക്കെ വരുന്ന ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് നമുക്കിത് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. വരുന്ന ദിവസങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും പുതിയ ലൈവ് ക്ലാസ്സുകൾ കാര്യങ്ങൾ ഒക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് വേണം. സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.